അതൊരു അസാധാരണത്വവും ആ കാര്യത്തിലില്ല. 10 വർഷം ഗുണ്ടകളുടെ പറുദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാപ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവരൊക്കെ നിർദാക്ഷിണ്യം പോലീസിന്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പറുദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെന്റ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല, ഈ ഗവൺമെന്റിന്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകുക, ക്രമസമാധാന നില പാലിക്കുക. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ. അതിന് ഗുണ്ടകളല്ല വേണ്ടത്. ഒരു സംശയവും വേണ്ട. അത്തരം ഗുണ്ടകൾക്ക് യാതൊരു വിധത്തിലും സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അല്ലാതെ പറഞ്ഞു മോളെ, അത് പോലീസ് അല്ല സർക്കാർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. DGP ആയിട്ടും AG ആയിട്ടും DGP ആയിട്ടും ആലോചിച്ച് അവർ സത്വര നടപടികൾ സ്വീകരിക്കും. എവിടെ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനെയൊന്നും പോലീസിന്റെ മനോവീര്യത്തെ തകർക്കണ്ട. ഒരു പ്രതിയെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടി പോലീസിനെ തടസ്സപ്പെടുത്തുന്ന നടപടി ശരിയാണോ? ആരുടെ തോക്കുന്നു? അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഗുണ്ടകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗുണ്ടകളും കാപ്പാപ്രതികളും സ്വൈരവിഹാരം നടത്താമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് ഇവിടെ ഉണ്ട്. അതിന് കള്ളക്കഥകൾ മെനഞ്ഞ് പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ അനുവദിക്കില്ല.